ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യൂറോ ട്രക്ക് സിമുലേറ്റർ എന്ന് പറയുന്ന ഈ ഗെയിം യൂസ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും. അതിൽ പലതരത്തിലുള്ള മോഡുകൾ അപ്ലൈ ചെയ്യാമെന്നും അതുകൂടാതെ പലതരത്തിലുള്ള സെറ്റിങ്സും ചേഞ്ചസ് വരുത്തി നമുക്കിഷ്ടമുള്ള മാപ്പും നമുക്കിഷ്ടമുള്ള വാഹനങ്ങൾ നമുക്കിഷ്ടമുള്ള ട്രാഫിക് ഏത് രീതിയിലാണെന്നൊക്കെ നല്ല ഗ്രാഫിക്സൊക്കെ കൂട്ടി നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് ഇത് ഈ ഒരുമാതിരിപ്പെട്ട ഇത് കളിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും. പക്ഷേ ഞാനിത് അറിഞ്ഞു തുടങ്ങിയത് ഒരു കുറച്ച് നാളൊക്കെ മുന്നെയാണ്. കാര്യം പറഞ്ഞാൽ ഇതൊരു 2012-10 സമയത്തൊക്കെ ഞാൻ ഈ വീഡിയോ ഗെയിം ഇതിന് മുന്നേ ഉള്ള യൂറോ ട്രക്ക് സിമുലേറ്റർ 1 ഫസ്റ്റ് പാർട്ട് ഞാൻ കളിച്ചിട്ടുണ്ട്. അന്നൊന്നും പക്ഷേ ഇങ്ങനെയൊന്നും തോന്നിയിട്ടേ ഇല്ല, നമുക്കിങ്ങനെ ഒരു മോഡ് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നൊന്നും. പക്ഷേ കഴിഞ്ഞ ദിവസം കുറച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടപ്പോഴാണ് ഇതൊന്നും ചെയ്താൽ കൊള്ളാമെന്ന് തോന്നിയത്. അങ്ങനെയാണ് വീഡിയോസ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എല്ലാവരും സേഫാണെന്ന് കരുതുന്നു. മിക്കവാറുള്ള ആളുകളെല്ലാം തന്നെ വീട്ടിൽ തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാവരും വീട്ടിലിരുന്ന് സന്തോഷത്തോടെ ഇരിക്കുക. ആരും പുറത്തൊന്നും ഇറങ്ങി ഒത്തിരിയധികം രോഗ സമ്പർക്കത്തിനുള്ള സാധ്യത കൊടുക്കരുത്. സേഫായിട്ടിരിക്കുക. തിരുവനന്തപുരം, എറണാകുളം ഭാഗത്തൊക്കെ കുറച്ച് കൂടുതലാണ്. എല്ലാ ജില്ലകളിലും തന്നെ കോവിഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അയൽവക്കം വരെ ഇപ്പോൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സൂക്ഷിച്ചൊക്കെ ഇരിക്കുക, എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് കാണുന്ന ഈ ICRF റീവർക്ക് വർക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. റീവർക്ക് എന്ന് പറഞ്ഞ മാപ്പിലാണ് ഞാൻ KSRTCയുടെ ഇത് അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോയിൽ വ്യത്യസ്തത എന്തെന്ന് വെച്ചാൽ KSRTCക്ക് പകരം ഒരു പ്രൈവറ്റ് ബസ്സാണ് ചെയ്യുന്നത്. ഹോളി ഫാമിലി എന്ന് പറഞ്ഞിട്ട് പത്തനംതിട്ട മുതൽ കോഴിക്കോട് വരെ പോകുന്നൊരു ബസ്സാണ്. ഞാൻ പത്തനംതിട്ട പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ബസ്സിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബസ്സിൻ്റെ ഒരു സ്കിന്ന് കിട്ടിയപ്പോൾ തന്നെ എനിക്കത് ചെയ്യാനുള്ള ഒരു തരം ത്വര അത് കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന മോഡുകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. സോ നേരത്തെ ഉള്ളത് തന്നെ കേരള ആർട്ടിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ റിയൽ സൗണ്ട് എഞ്ചിന് വേണ്ടി ഒരു സാധനം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹോൺസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഹോൺസ്, കുറേ ഹോൺ ഉണ്ട്. ഞാൻ തന്നെ 2-3 ഹോണൊക്കെ ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ. പിന്നെയുള്ളത് നാഷണൽ പെർമിറ്റിൻ്റെ ട്രാഫിക്, ഇത് മാത്രം ജസ്റ്റ് നമുക്ക് കൂട്ടിയിട്ടോ. കാരണം KSRTC ഇതുവരെ എനിക്ക് കിട്ടിയില്ല, എങ്ങും കിട്ടിയില്ല. ഒരു പക്ഷേ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നുകളൊക്കെ ഒന്ന് മാറിപ്പോൾ. അപ്പോൾ സ്കിൻസിൻ്റെ ടീലായിട്ടിടാം. ഓക്കെ, കൺഫേം. നമുക്ക് ഒന്ന് കണ്ടിന്യൂ. ഓക്കെ, ലോഡായി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ബസ്സിൽ പോകുന്നതിനുണ്ട്. നമുക്ക് ഞാൻ നേരത്തെ ക്വിക്ക് സേവ് ഓർണം ചെയ്തായിരുന്നു, അതുണ്ടോ എന്ന് നോക്കട്ടെ. നേരത്തെ സേവ് ചെയ്തൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. ശരണ്യൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് ഞാനത് ഇടാത്തത്. ക്വിക്ക് സേവ് വേണ്ട. ഞാനിപ്പോൾ നിലവിൽ കളിച്ച് നിർത്തിയിരിക്കുന്നത് തൊട്ട് നമുക്കിത് ഓടിക്കാം. കുറച്ച് എക്സ്പെരിമെൻസ് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു വീഡിയോയിൽ. കാരണം ഈ മോഡൊന്നും കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ എനിക്കറിയില്ല. ഇതൊക്കെ കൃത്യമായ ഓർഡറിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ ഇത് വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ പറഞ്ഞ ബ്രേക്ക് പെഡലും അതുപോലെ ആക്സിലേറ്റർ പെഡലും. ഞാനിതിനാണ് ആക്സിലേറ്റർ വേണ്ടി യൂസ് ചെയ്യുന്നത്, ബ്രേക്ക് പെഡൽ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന സാധനമാണ്. നമ്മുടെ പഴയ CD-ROMൻ്റെ ബാക്കിലുള്ള ബാക്ക് കവറും അതുപോലെ അതിൻ്റെ ടോപ്പ് കവറുമാണിത്. പിന്നെ ഇത് രണ്ടും മുറിച്ചെടുത്തിരിക്കുന്നത് മറ്റൊരു CD-ROMൻ്റെ ബാക്ക് കവറിലാണ്. അത് അതിൻ്റെ മുകൾ ഭാഗം ഫുള്ള് തുരുമ്പെടുത്ത് പോയിരുന്നു. അത് എനിക്ക് വേറൊരു സ്ഥലത്തുനിന്ന് കിട്ടിയതാണ്. ഒരു സിസ്റ്റം ചേഞ്ച് ചെയ്തപ്പോൾ അത് റിപ്പയർ ചെയ്തപ്പോൾ കിട്ടിയൊരു പാർട്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പ്രിങ് ആക്ഷൻ ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ ഒരു ക്ലാമ്പ് വെച്ചിട്ടാണ്. നമ്മുടെ പൈപ്പൊക്കെ മുറുക്കുന്ന ഒരു ക്ലാമ്പില്ലേ, അതിലൊരു വലുത് കുറച്ച് കട്ടിയുള്ളതും ഇച്ചിരി കട്ടിയുള്ളത് ഞാൻ സ്ക്രൂ ചെയ്തിട്ടില്ല. കാരണം ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റാക്കി കാലിൻ്റെ പാകത്തിന് വെക്കേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രമാണ് ഇതെല്ലാം വർക്ക് ചെയ്ത് നോക്കുന്നത്. അതേപോലെ ഇതിലും സെയിം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോണ്ടാക്റ്റ് വരുന്നത് ഇതിലും. പിന്നെ ഇതൊരു പ്ലേറ്റ് എക്സ്ട്രാ വെച്ചിരിക്കുകയാണ്. ഇതൊരു പ്ലാസ്റ്റിക് കവർ ഇവിടെ വെച്ചിട്ട്, പ്ലാസ്റ്റിക് കവറുള്ള ഒരു പ്ലാസ്റ്റിക് പീസ് അത് വെച്ചിട്ട് അടിയിലേക്ക് കോണ്ടാക്റ്റ് മുട്ടാത്ത രീതിയിൽ നമ്മുടെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഗ്ലൂ ചെയ്തേക്കാണ്. അപ്പോൾ ഈ നട്ടും ബോൾട്ടും ഇതിങ്ങനെ നമ്മളിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് കോണ്ടാക്റ്റ് ആവും. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് കോണ്ടാക്റ്റിൽ വരിക. പിന്നെ ഉള്ളത് ഇതിലും ഇതുപോലെ തന്നെയാണ്. അതിങ്ങനെ വന്ന് മുട്ടുമ്പോൾ കോണ്ടാക്റ്റ് ആവും. അതുപോലെ ഒരു ഇത് വെച്ചിട്ട് ചെയ്തേക്കാണ്. ഇതൊക്കെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. ഇനി ഇതിൽ ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു കവറൊക്കെ ചെയ്ത് അതുപോലെ ഇതിലും ചെയ്ത് ഒരു ഭംഗിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് നമുക്ക് മൈക്രോ കൺട്രോളറൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ
നമുക്ക് വേരിയബിൾ ആയിട്ടുള്ള ആക്സിലറേറ്ററും ബ്രേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ക്ലച്ചും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിപ്പോൾ ഗിയറിൻ്റെ പണികൾ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് ഇപ്പോഴും ഇവിടെ ഉണ്ട്. അത് വെച്ചിട്ട് തന്നെയാണ് ഇത് കളിച്ചിരിക്കുന്നത്. ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ ഇതെല്ലാം ഉപയോഗിച്ച് കളിക്കുന്ന ഒരു വീഡിയോയും നമ്മുടെ സ്ക്രീൻ റെക്കോർഡർ ഇട്ടിട്ടൊരു സാധനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു.
അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ കരുതുന്നു. കുറച്ച് ലോങ് വീഡിയോ ആയിപ്പോയി. അത് ഈ ബസ് ഓടിക്കാനുള്ള ഒരു ചെറിയ കൊതി കൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല. അപ്പോൾ അതിനുശേഷം ഈ ബസ്സിൻ്റെ സ്കിന്ന് പോലെ തന്നെ മറ്റ് കുറച്ച് ബസ്സിൻ്റെ സ്കിന്നുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇടുന്നുണ്ട്. ശരണ്യ ബസ്സിൻ്റെയൊക്കെ സ്കിന്നുണ്ട്. ശരണ്യ, പിന്നെ നമ്മുടെ കുറച്ച് ലോക്കൽ ബസ്സുകളുടെ സ്കിന്നുകൾ ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് ട്യൂട്ടോറിയൽസ് ഒക്കെ കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ എറണാകുളം മാപ്പ് ചെയ്യണമെന്നുണ്ട്. കോഴിക്കോട്, കണ്ണൂർ മാപ്പൊക്കെ ചെയ്ത പോലെ നല്ല കുറച്ച് ചേട്ടന്മാരൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ അതുപോലെ തന്നെ ഞാൻ എറണാകുളം മാപ്പ് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് 1-2 വീഡിയോസൊക്കെ കണ്ടു നോക്കി. ഞാൻ കുറച്ചൊക്കെ ചെയ്ത് നോക്കി. കുറച്ച് സമയം എടുക്കും അതൊക്കെ ചെയ്ത് തീരണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ ആണുള്ളത്. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ അതിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മെയിനായിട്ട് എറണാകുളത്തിൻ്റെ ഹൃദയഭാഗം എന്നൊക്കെ നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും വൈറ്റ്ലയിൽ നിന്ന് തന്നെയാണ് ഞാൻ മാപ്പ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വൈറ്റ്ല ഹബ്ബ് സ്റ്റാൻഡാക്കി എടുത്തുകൊണ്ടാണ് ഞാൻ മാപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗൂഗിൾ എർത്തിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. ഗൂഗിൾ എർത്ത് അല്ലെങ്കിൽ ഗൂഗിൾ മാപ്സ്. അപ്പോൾ അതിൻ്റെ ലേ ഔട്ട് എടുത്ത് ഒരേ ഇതിലെടുത്ത് ചെയ്ത് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു 1 മാസത്തിനുള്ളിൽ ചെയ്യണമെന്നാണ് കരുതുന്നത്. കാരണം കുറച്ചൊരു ലെങ്തി പ്രോസസ്സാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വെർഷൻസൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യും, വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഈ വീഡിയോ ഒക്കെ കാണുന്നതിനേക്കാളൊക്കെ ഉപരി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നിങ്ങളെല്ലാവരും വീടുകളിൽ സേഫായിട്ടിരിക്കുക എന്നുള്ളതാണ്. ഈ വീഡിയോ കാണുന്ന എത്ര ആളുകളുണ്ടോ, എത്ര പേര് എന്നത് എനിക്കറിയില്ല. 10 പേരെങ്കിൽ 10 പേര്. ആ 10 പേര് നിങ്ങൾ വീടുകളിൽ സേഫായിട്ടിരിക്കുക. ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ മാക്സിമം വേണ്ട പ്രിക്കോഷൻസ് എല്ലാം എടുക്കുക. സാനിറ്റൈസർ യൂസ് ചെയ്യുക. മാസ്ക് പരമാവധി ഒരു ദിവസം നിങ്ങൾ 2 എണ്ണമൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഉച്ചവരെ 1, ഉച്ചയ്ക്ക് ശേഷം 1, അങ്ങനെ ഉപയോഗിക്കുക. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബി സേഫ്.